സംവേദൻസ് ആൻഡ് വി വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പണ്ട് കാലത്ത് നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് കളികൾ കുഞ്ഞുമക്കളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവരെയും കൂട്ടിയിട്ട് വയലിൽ പോയതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വണ്ടിപ്പാള വലിച്ചു. അതിന് ശേഷം ഇവർ തോട്ടിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് കുഞ്ഞു മീനിനെല്ലാം പിടിച്ച് കുപ്പിയിലെല്ലാം ആക്കി. അതിനുശേഷം നമ്മൾ സാറ്റ് കളി, അത് അവർക്ക് സാറ്റ് കളി നമ്മൾ ഇടുന്ന കാക്ക കളി എന്നെല്ലാം പറയും. അപ്പം ഇങ്ങനെ അച്ഛൻ മാറി മാറി പോയിട്ട് പിടിക്കുന്നത്. അപ്പം അത് കളിപ്പിച്ചു. അപ്പം അത് പറഞ്ഞു കൊടുത്ത് അവർ കളിച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറേ നേരം ഞാൻ അങ്ങോട്ട് കളിച്ച്. പിന്നെ വരണ്ട ആ ഒരു മനസ്സൊന്നും ഉണ്ടായില്ല. കുറേ നേരം കളിച്ച് അച്ഛൻ മാറുന്ന ആ ഒരു രസം നല്ല രസമാണ്. ഞാനും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വോളി ഇട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ അവരാക്കാണോ ഉച്ചത്തിൽ ഞാൻ കൂവുന്നതുകൊണ്ട് ശരിക്ക് വോളിയം ഇതിൽ കൊടുക്കാത്തത്. പിന്നെ ഈ ഒരു വീഡിയോ അത് കഴിഞ്ഞിട്ടുള്ള പിറ്റത്തെ ദിവസത്തെ വീഡിയോ ആണ്. അപ്പം നമ്മളെ ഹാളിൽ TV സ്റ്റാൻഡ് ഉണ്ടായിട്ടില്ലേനു. അപ്പോൾ ഒരു പുതിയ TV സ്റ്റാൻഡ് പോയി ഞാനും മോനും ഒരു ദിവസം ലീവുള്ള ദിവസം പോയി സെലക്ട് ചെയ്ത് അങ്ങനെ എടുത്തു. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു സൗകര്യമെല്ലാം ആക്കി കൊടുത്ത് അതിന് ശേഷം ഫുൾ ക്ലീനിങ് ആണ്. അപ്പം പാറുവാട വന്നിട്ട് എന്തെല്ലോ ചടവടയാക്കുന്നുണ്ട്. പാറു എല്ലാവരും ക്ലീൻ ചെയ്താൽ നല്ല രസം. അതായത് നമ്മൾ ഇപ്പുറത്തുനിന്ന് എടുത്ത് വെക്കുമ്പോഴത്തേനും അപ്പുറം കൊണ്ടേ ചെരിഞ്ഞിട്ടിട്ടുണ്ടാകും പല കളി സാധനങ്ങളും. അപ്പം അതെല്ലാം വൃത്തിയാക്കി, പിന്നെ സോഫയെല്ലാം വൃത്തിയാക്കി, അങ്ങനെ അതെല്ലാം സെറ്റാക്കി. അപ്പം ഇതാണ് ലാസ്റ്റ് ആ ഒരു വ്യൂ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലീവുള്ള ദിവസം നല്ല ഇഷ്ടമാണ് ക്ലീൻ ചെയ്യാനും എല്ലാം. അങ്ങനത്തെ എല്ലാ പരിപാടികളും വൃത്തിയാക്കുന്ന അങ്ങനത്തെ എല്ലാ പരിപാടികളും ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ സമയപരിധി മൂലം എന്താണെന്ന് പറയണ്ടേ, അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാവില്ല. ആഴ്ചക്ക് ഒരു ദിവസമൊക്കെ വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ നല്ല ബാക്ക് പെയിനും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ഇരുത്ത് വരുന്നാൽ പിന്നെ എണീക്കാനാവുകയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ വൃത്തിയാക്കി വന്നേരം ഉള്ളത്. അതിനുശേഷം നമ്മൾ ചവിട്ടിയെല്ലാം എടുത്ത് മുറ്റത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും മോനും എന്നെ പോലെയാണ് ക്ലീൻ ചെയ്ത് തരാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തെന്നാണെങ്കിലും എന്ത് ജോലി ചെയ്യാനാണെങ്കിലും ഒന്നൊരു മടിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടെ ചവിട്ടിയെടുത്ത് മുറ്റത്തിട്ടിട്ട് നമ്മൾ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഇരുന്നിട്ട് ഉറക്കേണ്ട ആ ഒരു സംഭവത്തിൽ നമുക്കാവില്ല. അനക്ക് നല്ല നടുവേദന ആവുകൊണ്ട് ഈ ഒരു ബ്രഷാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതിന് നല്ലോണം വെള്ളമടിച്ച് കഴുകി ഇങ്ങനെയാണ് നമ്മൾ ചവിട്ടി കഴുകൽ. അല്ലാണ്ട് എടുത്തലക്കലൊന്നും നടക്കില്ല. പിന്നെ പിറ്റത്തെ ദിവസം എണീക്കലുണ്ടാവില്ല. കാരണം നടു നല്ല പഞ്ചറാണ്. എന്നാലും അനങ്ങാണ്ടിരിക്കുകയില്ല. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി. അപ്പോൾ പാറു സീതേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പാറു സീതേച്ചിയോട് എന്തെല്ലോ വർത്താനെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കലാണ് നമ്മൾ പണി ചെയ്യുന്നത് നോക്കിയിട്ട്. ഈ കുഞ്ഞു പൈപ്പിട്ട് അടിച്ചിട്ട് അങ്ങനെ ചെളി പോകുന്നില്ല എന്ന് തോന്നിയിട്ട് പിന്നെ വലിയ പൈപ്പ് എടുത്തിട്ട് നല്ലോണം വെള്ളമെടുത്ത് നല്ലോണം അടിച്ച് കഴുകി. അപ്പം മുറ്റം മൊത്തം ചെളി കാണുന്നില്ല. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഈ കല്ല് പാകിയതിന് ശേഷം റോഡിൽ വരുന്ന ആ ഒരു ഭാഗം കല്ല് പാകിയില്ല. അതുകൊണ്ട് എപ്പോഴും എന്തെന്ന് നനഞ്ഞാലും ചളി ഈ ഒരു മുറ്റത്തേക്ക് എടുക്കും വരും. അപ്പം നമ്മൾ പറയില്ല മഴക്കാലത്ത് നല്ലോണം നനഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഉരച്ച് കഴുകി അതൊന്ന് നിറം വെപ്പിച്ചെടുക്കണം എന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്